അസ്സാം വലൈക്കും വറഹമത്തുള്ള. 8ാം ക്ലാസ്സിലെ ഗ്രാമർ ചർച്ചകൾ നമുക്ക് വാർഷിക പരീക്ഷയ്ക്ക് വരുന്ന 6ാമത്തെ പാഠം മുതലുള്ളത് പരിശോധിക്കാം. ഒന്നാൽ മുബത്തദ വൽ ഖബറു. 6ാമത്തെ പാഠത്തിൽ മുബത്തദയും ഖബർ എന്താണെന്ന്. മുബത്തദയും വൽ ഖബറു അൽ മുബത്തദ വൽ ഖബറു കിലാഹുമ മർഫുവൻ. മുബത്തദയും ഖബറും റഫ് ആയിരിക്കും. അതിൻ്റെ ഇറാബ് എന്താണ്? മർഫു ആണ്, റഫ് ആക്കപ്പെട്ടതാണ്. ഫൈ ഇറാബുഹുമർ റഫ്. അപ്പോൾ അതിന് രണ്ടിൻ്റെയും ഇറാബ് റഫ് ആയിരിക്കും. അപ്പോൾ മുബത്തദയും ഖബറും അത് രണ്ടും റഫ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഇറാബ് റഫ് ആണ് എന്ന് പറഞ്ഞു. ഇനി പറയുന്നത് അൽ ഖബറു യുതാബിക്കുൽ മുബത്തദ. ഖബർ മുബത്തദയോട് യോജിക്കും. ഫിൽ ഇഫ്രാദി മുഫ്രദിലും വ തസ്നിയത്തി ദിവചനത്തിലും വൽ ജംഇ ബഹുവചനം. അപ്പോൾ ഏകവചനം, ദിവചനം, ബഹുവചനം എന്നിവകളിലും. അതുപോലെ തന്നെ വ തദ്കീരി വ തഅനീസി പുല്ലിംഗം അതുപോലെ തന്നെ സ്ത്രീലിംഗം എന്നീ വിഷയങ്ങൾ. അപ്പോൾ 5 കാര്യങ്ങളിൽ 2 കാര്യം, 5 കാര്യങ്ങൾ. ഒന്നുകിൽ മുബത്തദ എന്താകും? മുഫ്രദാകും. അപ്പോൾ ഖബർ മുഫ്രദാകണം. ഒന്നുകിൽ മുബത്തദ തസ്നിയാകും, അപ്പം ഖബറും തസ്നിയാകണം. അല്ലെങ്കിൽ മുബത്തദ ജമ്മാകും, അപ്പോൾ ഖബറും ജമ്മാകണം. ഒന്നുകിൽ മുബത്തദ മുദക്കറായിരിക്കും, അപ്പോൾ ഖബറും മുദക്കറാകണം. ചിലപ്പോൾ മുബത്തദ എന്തായിരിക്കും? മുഅന്നസ് ആയിരിക്കും, അപ്പോൾ ഖബറും മുഅന്നസ് ആയിരിക്കണം. അപ്പോൾ മുഫ്രദ് എന്ന് ഇഫ്രാദ് എന്ന് വെച്ചാൽ എന്താ? ഏകവചനം. തസ്നിയ വെച്ചാൽ ദിവചനം, ജമു വെച്ചാൽ ബഹുവചനം. തദ്കീർ എന്ന് വെച്ചാൽ എന്താണ്? പുല്ലിംഗം. താനീസ് എന്ന് വെച്ചാൽ സ്ത്രീലിംഗം. അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങളിൽ 2 കാര്യങ്ങളിൽ മുബത്തദ ഖബറിനോട് യോജിക്കും എന്നാണ് പറഞ്ഞത്. ഖബറിനോട് മുബത്തദയോട് ഖബർ യോജിക്കുമെന്ന്. മുബത്തദയോട് ഖബറാണ് രണ്ടാമത് വരുന്നത്. നമുക്കതിൻ്റെ ഉദാഹരണം നോക്കുമ്പോൾ മനസ്സിലാകും. അൽ മുഅ്മിനു കരീമുൻ. മുഅ്മിനാകുന്നത് കരീമുൻ, മാന്യനാണ്. അപ്പോൾ മുഅ്മിൻ എന്നുള്ളത് മുബത്തദയാണ്. അപ്പോൾ ഇനി ഇറാബ് റഫ് കൊടുത്തല്ലോ അല്ലേ? ലാഹിർത്താൽ ഒമ്മത്ത് കൊണ്ട് അവിടെ റഫ് കൊടുത്തണം. അപ്പോൾ റഫാണ് മുഅ്മിനു എന്ന് പറഞ്ഞു. ഇനി ആ കരീമൻ, മുഅ്മിനാകുന്നു കരീമൻ, മാന്യനാകുന്നു. കരീമൻ ഖബറാണ്, മാന്യനാകുന്നു. കരീമൻ എന്നത് എന്താണ്? അതും റഫാണ്, ലൊമ്മത്ത് കൊണ്ട് റഫ് കൊടുത്തേക്കണം. അപ്പോൾ അവിടെ ഇറാബ് റഫാ നമുക്ക് കിട്ടി. പിന്നെ മുബത്തദ മുഅ്മിന്, ഒരു മുഅ്മിൻ എന്നല്ലേ മുഅ്മിനാകുന്നത്. അപ്പോൾ ഖബർ കരീമൻ എന്ന എന്തായി? മുഫ്രദായി. അതുപോലെ തന്നെ മുഅ്മിൻ എന്നുള്ളത് മുഅ്മിനത്തു എന്നല്ല. മുഅ്മിൻ എന്നുള്ളത് എന്താണ്? മുദക്കറാണ്. അപ്പോൾ കരീമൻ എന്നുള്ളത് മുദക്കറായി, കരീമത്ത് എന്നല്ല പറഞ്ഞ. ഇനി അതുപോലെ തന്നെ അപ്പോൾ തസ്നിയയും ജമ്മൊന്നും അല്ല. മുഅ്മിൻ എന്നുള്ളത് മുഫ്രദാണ്, അപ്പോൾ കരീമും മുഫ്രദുമായി. അപ്പോൾ ആ 3-1 ആകുള്ളൂ. ഒന്നുകിൽ എന്ത് ചെയ്യുക? ഏകവചനം, അല്ലെങ്കിൽ ബഹുവചനം, അല്ലെങ്കിൽ ദിവചനമൊക്കെ അല്ലേ വരാം. അപ്പോൾ ഇതിൽ ഏതായിട്ട് വന്നു? മുബത്തദ എന്നുള്ളത് ഏകവചനമായിട്ട് വന്നു, അപ്പോൾ ഖബർ ഏകവചനമായി. മുബത്തദ എന്നുള്ളത് മുഅ്മിൻ എന്നുള്ള മുബത്തദ പുല്ലിംഗമായിട്ട് വന്നപ്പോൾ ഖബറും പുല്ലിംഗമായി വന്നു. അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ 5 കാര്യങ്ങളിൽ 2 കാര്യങ്ങൾ മുബത്തദയോട് ഖബർ യോജിക്കും. പിന്നെ അതിൻ്റെ ഇറാബ് നമ്മൾ പറഞ്ഞല്ലോ, എന്താണ്? റഫായിരിക്കും. അപ്പോൾ റഫ് ഞാൻ പറഞ്ഞു. ഇനി അൽ മുഅ്മിനത്ത് കരീമത്ത്. ഇവിടെ നോക്കിക്കേ, മുഅ്മിനത്താകുന്നത്, വിശ്വാസിനിയാകുന്നത് കരീമത്തിന്, അവൾ മാന്യതയുള്ളവളാണ്. അപ്പോൾ അവിടെ എന്ത് പറ്റി? മുഅ്മിനത്ത് എന്നുള്ളത് സ്ത്രീലിംഗമായി, ഇപ്പോൾ കരീമത്ത് എന്നുള്ളത് സ്ത്രീലിംഗമായി. മുഅ്മിനത്ത് എന്നുള്ള ഏകവചനമാണ്, അപ്പോൾ കരീമത്ത് എന്നുള്ളതും എന്തായി? ഏകവചനമായി. പിന്നെ തസ്നിയ എല്ലാ ബഹുവചനം അല്ലല്ലോ, അവർ 3-1 ആകുള്ളൂ. അപ്പോൾ അതിന് പറയണ്ട. പിന്നെ മുഅ്മിനത്ത് എന്നുള്ളത് എന്താണ്? മുബത്തദയായി, അപ്പോൾ അതിൻ്റെ ഇറാബ് റഫാണ്, തു എന്നുള്ളേ ലാഹിർത്താൽ ഒമ്മത്തുകൊണ്ട്. കരീമത്ത് എന്നുള്ളത് ഖബറാണ്, അപ്പോൾ അതിൻ്റെ ഇറാബും റഫ് തന്നെയാണ്. കരീമത്തൊൻ എന്നല്ലേ പറഞ്ഞത്? തൻ ഒന്നൊന്നും പറഞ്ഞില്ലല്ലോ, കരീമത്തൊൻ ലാഹിർത്താൽ ഒമ്മത്തുകൊണ്ട്. ഇനി മൂന്നാമത്തെ അൽ മുഅ്മിനാനി കരീമാനി. 2 മുഅ്മിനീങ്ങളാകുന്നത് കരീമാനി, അവർ 2 പേരും മാന്യന്മാരാണ്. അപ്പോൾ കരീമാനി അവിടെ എന്താ? അൽ മുഅ്മിനാനി എന്നുള്ളത് മുബത്തദയാണ്. അപ്പോൾ അതെന്താണ്? അത് ദിവചനമാണ് കേട്ടോ, 2 മുഅ്മിൻ. അപ്പോൾ കരീമാനി എന്നുള്ള ഖബറും ദിവചനമായിട്ട് വന്നു. അപ്പോൾ എന്തില്ല? മുഅ്മിനാനി എന്നുള്ളത് എന്തുവാണ്? പുല്ലിംഗമാണ്. അപ്പോൾ ഖബർ കരീമാനി എന്നുള്ളത് ഖബറും എന്തായിട്ട് വന്നു? പുല്ലിംഗമായിട്ട് വന്നു. അത് മനസ്സിലാക്കാം. പിന്നെ അതിന് ഇറാബ് എങ്ങനെ? മുഅ്മിനാനി എന്നുള്ളത് മുബത്തദയാകുമ്പോൾ അതിന് റഫല്ലേ. റഫ് ഇവിടെ എന്താ ചെയ്തു? ഇവിടെ തസ്നിയ ആയപ്പോൾ, അതായത് ദിവചനമായപ്പോൾ അലിഫ് കൊണ്ടാണ് എന്ത് റഫ് കൊടുത്തത്. നമ്മൾ നേരത്തെ തസ്നിയയുടെ പാഠം പഠിച്ചിട്ടുണ്ട്, 2ാമത്തെ പാഠത്തിൽ. കരീമാനി എന്ന് പറഞ്ഞ് അവിടെയും തസ്നിയാണ്. അപ്പോൾ അവിടെ എന്താണ്? അവിടെ അലിഫ് കൊണ്ടാണ് തസ്നിയക്ക് റഫ് കൊടുക്കുക. തസ്നിയക്ക് റഫ് അലിഫ് കൊണ്ട്, ജെറും നസ്ബൊക്കെ എന്തുകൊണ്ടാണ്? നമ്മൾ യാവ് കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതായത് അവിടെ നിന്ന് മനസ്സിലാക്കണം. ഈ 4ാമത്താൽ മുഅ്മിനത്താനി കരീമത്താനി. ഇവിടെ നിന്ന് സംഭവിച്ച മുഅ്മിനത്താനി 2 മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളാകുന്നത് കരീമത്താനി, അവർ 2 പേരും കരീമത്താനിയാണ്, മാന്യതയുള്ള പെണ്ണുങ്ങളാണ്. അപ്പോൾ മുഅ്മിനത്താനി എന്നുള്ളത് എന്ത് ചെയ്തു? ഇവിടെ
മുഅ്മിനത്താനി എന്നുള്ളത് സ്ത്രീലിംഗവുമാണ് ദ്വിവചനവുമാണ്. അപ്പോൾ ഖബറും അങ്ങനെ തന്നെ വേണം, സ്ത്രീലിംഗവുമായി ദ്വിവചനവുമായി. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഇറാബ് എങ്ങനെ റഫാണ്. ഇവിടെ റഫ് എങ്ങനെ കൊടുത്തു? അലിഫ് കൊണ്ട്. കാരണം തസ്നിയായ കൊണ്ട് അലിഫ് കൊണ്ട് റഫ് കൊടുത്തു. അവിടെ കരീമത്താനി എന്നുള്ളതും ഖബറാകുമ്പോൾ അതിൻ്റെ എന്താണ് അലിഫ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ എത്രാമത്തെ പേജിലുണ്ട്? 27ാമത്തെ പേജിൽ, അതായത് 5ാമത്തെ പാഠത്തിലാണ് തസ്നിയുടെ ഇറാബ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? തസ്നിയുടെ ഇറാബ് എന്താണെന്ന് പറഞ്ഞാൽ, മുസന്ന എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്നതാണ്. മുസന്നക്ക് റഫ് കൊടുക്കൽ അലിഫ് കൊണ്ടാണ്, നെസ്ബും ചെറും യാ കൊണ്ടാണെന്നും പറഞ്ഞു. ഇനി 5ാമത്തെ നോക്കാം. അൽ മുഅ്മിനൂന കിറാമുൻ. അൽ മുഅ്മിനൂന എന്നുള്ളത് മുഅ്മിനീങ്ങളാകുന്നത്, വിശ്വാസികളാകുന്നത് കിറാമുൻ മാന്യന്മാരാണ്. അപ്പോൾ മുഅ്മിനൂന എന്നുള്ളത് മുബത്തദയാണ്, കിറാമുൻ എന്നത് ഖബറാണ്. അപ്പോൾ മുഅ്മിനൂന എന്ന മുബത്തദ അത് പുല്ലിംഗവുമാണ്, അതുപോലെ തന്നെ ബഹുവചനവുമാണ്. അപ്പോൾ കിറാമുൻ എന്നുള്ള ഖബറും എന്ത് ചെയ്യണം? പുല്ലിംഗവുമാകണം, ബഹുവചനവും ആകണം. അപ്പോൾ അങ്ങനെയായി വന്നേക്കുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അൽ മുഅ്മിനൂന എന്നുള്ളതിന് ലൊമ്മ എങ്ങനെ, അതിൻ്റെ റഫ് എങ്ങനെയാണ്? അവിടെ എന്ത് ചെയ്യും? വാവ് കൊണ്ടിട്ടാണ് റഫ് കൊടുക്കുക. അവിടെ ജം ആണ്. അപ്പോൾ അത് അങ്ങനെ വ്യത്യാസമുണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടില്ല, അത് മനസ്സിലാക്കി വെക്കുക. കിറാമൻ എന്നുള്ളത് അവിടെ എന്ത് ചെയ്തു? ആദ്യത്തെ ലൊമ്മത്ത് കൊണ്ട് തന്നെയാണ് റഫ്. അതൊന്നും അങ്ങ് വരില്ല, ഇത് മനസ്സിലാക്കി വെക്കുക. ഇനി അൽ മുഅ്മിനാത്ത് കരീമാത്തൻ. ഇവിടെ എന്ത് ചെയ്തു? മുഅ്മിനാത്തുകൾ, മുഅ്മിനാത്തു വിശ്വാസിനികളായ സ്ത്രീകളാകുന്നത് കരീമാത്തൻ, അവർ മാന്യതയുള്ളവരാണ് എന്ന് പറയുമ്പോൾ ഇവിടെ അൽ മുഅ്മിനാത്ത് എന്നുള്ളത് അതും ബഹുവചനമാണ്. എന്ത് ബഹുവചനമാണ്? സ്ത്രീലിംഗ ബഹുവചനമാണ്. അപ്പോൾ അവിടെ ഖബറും എന്ത് ചെയ്യണം? കരീമാത്തൻ എന്നത് സ്ത്രീലിംഗ ബഹുവചനമായിട്ട് വന്നു. അപ്പോൾ അത് മനസ്സിലായി. ഇനി ആ മുബത്തദ ഖബറും യോജിക്കണം 5 കാര്യങ്ങളിൽ 2 കാര്യങ്ങൾ യോജിക്കും. അതിൻ്റെ ഇറാബും നമ്മൾ മനസ്സിലാക്കി വെക്കാം. മുബത്തദ എന്താണെന്ന് വെച്ചാൽ ആക്കിയാതെന്ന് പറയും. ഒരു വാക്യം പറയാൻ വേണ്ടി അല്ല, മുഅ്മിനാകുന്നത് കരീമൻ, കരീമാകുന്നു, കണ്ടോ? അതിനാണ് ആ പറഞ്ഞത്. ഇനി അടുത്തത് കാന വ അഖവാതുഹ. കാനയും അതിൻ്റെ സഹോദരിമാരുമാണ്. അശ്ശാഫിയ്യു മുത്തറദ്ദിദുൻ. ഷാഫി ഇമാം ഇടയ്ക്കിടയ്ക്ക് ചെല്ലുമായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ കാന കിടക്കുമ്പോൾ എന്തായി? കാന ഷാഫിയ്യു മുത്തറദ്ദിദൻ. ഷാഫി മുത്തറദ്ദിദായി, അത് ഇടയ്ക്കിടയ്ക്ക് ചെല്ലുന്ന ആളായി. അപ്പോൾ അശ്ശാഫിയു നമ്മൾ നേരത്തെ മുബത്തദ ഖബറും പഠിച്ചില്ലേ? അശ്ശാഫിയു മുത്തറദ്ദിദുൻ എന്നാണ്. മുബത്തദക്ക് ഇറാബ് എന്താ? റഫാണ്. ഖബറിന് ഇറാബ് റഫ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാന മുബത്തദ ഖബറിലേക്ക് കടന്നു വന്നപ്പോൾ എന്ത് ചെയ്തു? കാന ഷാഫിയു മുത്തറദ്ദിദൻ എന്നായി. ഇവിടെ എന്താ സംഭവിച്ചത്? മുത്തറദ്ദിദൻ എന്നതിന് നെസ്ബ് കൊടുത്തു, ഷാഫി എന്നുള്ളത് അതുപോലെ തന്നെ. അപ്പോൾ എന്ത് ചെയ്തു? കാന എന്നുള്ളത് കാനയുടെ എന്തായിട്ട് വരും? കാനൻ്റെ ഇസ്മായിട്ട് ഷാഫി വരും. അവിടെ വ്യത്യാസം അതാണ്. മുത്തറദ്ദിദൻ എന്നുള്ളത് കാനൻ്റെ ഖബറാകും. അപ്പോൾ അർത്ഥം ആയി. കാന ഷാഫിയു, ഷാഫി ആയിരുന്നു. മുത്തറദ്ദിദൻ, ഷാഫി ഇമാമാണ് കേട്ടോ. ഷാഫി ഇമാം മുത്തറദ്ദിദൻ, ഇടയ്ക്കിടയ്ക്ക് ചെല്ലുന്ന ആളായിരുന്നു. അപ്പോൾ കാനേൻ്റെ ഇസ്മും കാനൻ്റെ ഖബറായിട്ട് ആ മുബത്തദ ഖബറെ മാറി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ കാനൻ്റെ ഇസ്മിന്, കാനൻ്റെ ഇസ്മിൻ്റെ ഇറാബ് റഫാണ്, ഖബറിന് ഇറാബ് നെസ്ബുമാണ്. ഇനി അൽ മറലു. അൽ മറലു രണ്ടാമത്തെ നോക്കാം. അൽ മറലു മുസ്തദ്ദൻ. രോഗം കഠിനമാണ്. അപ്പോൾ രോഗമാകുന്നത് കഠിനമാകുന്നു എന്നുള്ളതൊരു വാർത്ത അറിയിക്കില്ല. ഒരു മുബത്തദ ഖബറും കൂടി ഇതാണ്. അതിലേക്ക് കാന അഖ്വാത്തിൽപ്പെട്ട സാറ കിടന്നു. അപ്പോൾ സാറൽ മറലു മുസ്തദ്ദൻ. ആ രോഗം ആയി, മുസ്തദ്ദൻ കഠിനമായി. അപ്പോൾ സാറ എന്നതിൻ്റെ സാറയുടെ എന്തായി? ഇസ്മായിട്ട് മറലു മാറി. അപ്പോൾ അതിൻ്റെ സാറിൻ്റെ ഇസ്മിന് റഫാണ്. മുസ്തദ്ദൻ എന്നത് സാറേൻ്റെ ഖബറായി. അപ്പോൾ എന്ത് ചെയ്തു? അതിന് നെസ്ബായി. ഇനി അസയ്യിദത്തു സായിമത്തൻ. സയ്യിദത്താകുന്നത് സായിമത്തൻ, മഹദിയാകുന്നത് നോമ്പുകാരിയായിരുന്നു എന്ന് പറയുമ്പോൾ അല്ലേ? നോമ്പുകാരി ആയിരുന്നു, ആയി, നോമ്പുകാരിയാകുന്നു. മഹദിയാകുന്നത് നോമ്പുകാരിയാകുന്നു. അപ്പോൾ ഒരു വാർത്ത അറിയിക്കണം. അപ്പോൾ അതിലേക്ക് നമ്മൾ അസ്ബാത്ത് സയ്യിദത്തു സായിമത്തൻ, അസ്ബാ കടന്നു. സയ്യിദത്തായി, സായിമത്തൻ നോമ്പുകാരിയായി. അപ്പോൾ അസ്ബഹ എന്നതിൻ്റെ ഇസ്മാണ് സയ്യിദത്തു, സായിമത്തൻ എന്നത് അതിൻ്റെ ഖബറായി. അപ്പോൾ ഇസ്മിന് എന്ത് ചെയ്യണം? ഇസ്മിന് റഫും ഖബറും നെസ്ബുമായി. ഇനി നഫീസത്തു ഖായിമത്തുൻ. നഫീസയാകുന്നത് നിന്ന് നിസ്കരിക്കുന്നവളാണ്, നിന്ന് നിസ്കരിക്കുന്നു. അപ്പോൾ അതിലേക്ക് ബാത്ത് കടന്നു. ബാത്തത്ത് നഫീസത്തു ഖായിമത്തൻ. നഫീസ വിവിയായി, ഖായിമത്തൻ നിന്ന് നിസ്കരിക്കുന്നവളായി. ഇനി അടുത്തത് അൽ ഇമാം മുത്തഹയ്യൻ. ഇമാമു തയ്യാറായവനാകുന്നു. അപ്പോൾ അംസൽ ഇമാമു മുത്തഹയ്യൻ. ഇമാമു ആയി, തയ്യാറായവൻ ആയി. ആയി എന്ന അർത്ഥത്തിലേക്ക് മാറും.
ഇനി അപ്പോൾ അവിടെ ഹംസേൻ്റെ ഇസ്മു ഖബറായിട്ട് ഇമാം എന്നുള്ളത് ഹംസേൻ്റെ ഇസ്മായി, മുത്തഹയ്യൻ ഹംസേൻ്റെ ഖബറായി. അസൈദത്ത് മരിദത്തൻ മഹദിയാകുന്നു രോഗിയാകുന്നു. അപ്പോൾ ലല്ലത്ത് സൈദത്ത് മരിദത്തൻ മഹദി രോഗിയായി. ലല്ലയുടെ ഇസ്മും ഖബറുമായിട്ട് അസൈദത്ത് എന്നുള്ളത് ഇസ്മും മരിദത്ത് ഖബറുമായി. ഇനി അല്ലൗനും മുത്തഗയ്യിറുൻ ലൗന് നിറമാകുന്നത് പകർച്ചയാണ്. അപ്പോൾ ലൈസൽ ലൗന് മുത്തഗയ്യിറൻ നിറം പകർച്ചയല്ല. ലൗനാകുന്നത് മുത്തഗയ്യിറൻ പകർച്ചയല്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ച ഇപ്പോൾ നമ്മൾ കാന സാറ അസ്ബഹ ബാത്ത അംസ ലല്ല ലൈസര 1 2 3 4 5 6 7 നമ്മൾ കാന അഖ്വാത്ത് ഇവിടെ 7 പറഞ്ഞോളൂ. അപ്പോൾ ഈ 7 ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. അതിൻ്റെ താഴെ പറഞ്ഞത് കുല്ലു ജുംലത്തിൻ ഫിൽ ഖായിമത്തിൽ ഊല മുബ്തദ വ ഖബർ. ഒന്നാമത്തെ പട്ടികയിലുള്ളത് മുബ്തദ ഖബറാണ് ആ ഓരോ വാക്യവും. ഇനി വഹുമാ മർഫുവാൻ, അത് രണ്ടും മർഫു. നമ്മൾ നേരത്തെ കഴിഞ്ഞ പാഠത്തിന് പഠിച്ചല്ലേ, രണ്ടും റഫായിരിക്കുന്നു, എല്ലാം റഫ് ചെയ്യപ്പെട്ടത്. അപ്പോൾ കുല്ലു ജുംലത്തിൻ ഫിൽ ഖായിമത്തി സാനിയ, ഈ രണ്ടാമത്തെ ഇങ്ങനെ പറഞ്ഞ പട്ടിക, ആ പട്ടികയിലുള്ള ഒരു എല്ലാ ജുംലകളും അതിൽ ഫീലും വ ഇസ്മാൻ, ഒരു ഫീലും ഉണ്ട്, 2 ഇസ്മും ഉണ്ട്. അതായത് ഈ കാന സാറ അസ്ബ ബാത്ത അംസ ലല്ല ലൈസ പോലത്തൊക്കെ എന്താണ്, അത് ഫീലുകളാണ്. അതിന് ശേഷം വന്നവൾ 2 ഇസ്മുകളാണ്. അപ്പോൾ 2 ഇസ്മിൽ ഒരു ഇസ്മ എന്തായിരിക്കും, ആ ഫീലിൻ്റെ ഫായിലും മറ്റത് ഖബറും. അതാ കുല്ലു ഫീലും പിന്നെ അവകളിൽ ഓരോ ഫീലും ദഖല അൽ മുബ്തദി വൽ ഖബറി, മുബ്തദിനെ ഖബറിൻ്റെ മേൽ കടന്നു. ഫറഫൽ അവ്വൽ, അപ്പോൾ അത് മുബ്തദക്ക് റഫ് ചെയ്തു, അവലിന് റഫ് ചെയ്തു. വനസ്ബ സാനിയ, രണ്ടാമത്തെ ഖബറിന് നസ്ബ് ചെയ്യുകയും ചെയ്തു. വഹാദിൽ അഫ്ആലു തുസമ്മ അഫ്ആലു നാഖിസ, ഈ ഫീലിൻ്റെ പേരാണ് നാഖിസായ ഫീൽ എന്ന പേര് പറയപ്പെടുക. വൽ ഇസ്മുൽ മർഫൂ, റഫ് ചെയ്യപ്പെട്ട ഇസ്മു അതിൻ്റെ ഇസ്മായിരിക്കും. വൽ മൻസൂബ് ഖബറഹ, അതിൻ്റെ ഖബർ നസ്ബ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നാക്കിസായ ഫീലുകൾ അവകൾ ഇസ്മിന് റഫും ഖബറിന് നസ്ബും ചെയ്യുമെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിങ്ങനെ നല്ലോണം പഠിച്ചത് മനസ്സിലാക്കിക്കോളും. ഇനി അടുത്തത് 8ാമത്തെ പാഠത്തിലെ ഇന്ന അഖ്വാത്താണ്. അപ്പോൾ നമ്മൾ മുബ്തദ ഖബറും പഠിച്ചിട്ട് അടുത്തതിലേക്ക് വരുമ്പോഴാണ് ഇത് ശരിക്കും മനസ്സിലാകുക. കാന അഖ്വാത്ത് കഴിഞ്ഞു. ഇനി ഇന്ന വഅഖവാതുഹ, ഇന്നയും അതിൻ്റെ സഹോദരിമാരും. ഇന്ന അന്ന ലൈത്ത ലാക്കിന്ന ലഅല്ല കഅന്ന. അപ്പോൾ ഇന്ന അന്ന കാന്ന ലാക്കിന്ന ലൈത്ത ലഅല്ല എന്ന് പറയാറ്. അപ്പോൾ ഇന്ന അന്ന ലൈത്ത ലാക്കിന്ന ലഅല്ല കഅന്ന 2 4 6 ഹാദിൽ ഹുറു, ഇത് അക്ഷരങ്ങളാണ്. ഹാദിൽ ഹുറുഫ്, ഈ അർഫുകൾ അക്ഷരങ്ങൾ, അസിത്തത്തു, ഈ 6 അക്ഷരങ്ങൾക്ക് തുസമാൻ പേര് പറയപ്പോൾ ഇന്ന വാഖവാത്തിഹ, ഇന്നയും സഹോദരിമാർ. അപ്പോൾ ഇന്നയും സഹോദരിമാർ ഈ 6 അതിൻ്റെ ജോലി എന്താ, തൻസിബുൽ മുബ്തദ, അവ മുബ്തദക്ക് നെസ്ബ് ചെയ്യും. വയുസമ ഇസ്മഹ, അതിൻ്റെ ഇസ്മിന് എന്ത് ചെയ്യും, വയുസമ്മ ഇസ്മഹ, അപ്പോൾ ഇതിൻ്റെ ഇസ്മാകും ആ മുബ്തദ കൂടെ നെസ്ബാണ്, കാനക്ക് എതിരായിട്ടാണ്, കാനക്ക് റഫായിരുന്നല്ലോ. ഇനി വ തർഫുൽ ഖബറ, ഈ അർഫുകൾ അതിൻ്റെ ഖബറിന് റഫ ചെയ്യുക. വയുസമ്മ ഖബർ, അപ്പോൾ അതിൻ്റെ ഈ അർഫുകളുടെ ഖബർ എന്ന പേര് പറയപ്പെടുക. നമുക്കവിടെ ഉദാഹരണം നോക്കാം. സാധാരണ ഒരു മുബ്തദ ഖബറാകുമ്പോൾ റഫും 2ഉം റഫായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ് കാന അഖ്വാത്ത് പറഞ്ഞപ്പോൾ എന്താ പറ്റിയത്, കാന അഖ്വാത്ത് ആയപ്പോൾ മുബ്തദക്ക് അത് റഫ് ചെയ്തു, ഖബറിന് നെസ്ബ ചെയ്തു. ഇവിടെ ഇനി നേരെ തിരിച്ച് ഇന്ന അഖ്വാത്ത് പറയുമ്പോൾ മുബ്തദക്ക് നെസ്ബും ഖബറിന് റഫും ആയിരിക്കും. അത് തിരിച്ച് മനസ്സിലാക്കി വെക്കുക. കണ്ട, ഇന്നൽ മുവഫഖ കരീമൻ, മുവഫഖ് എന്ന വ്യക്തി, തീർച്ചയായും മുവഫഖ് എന്ന വ്യക്തി കരീമൻ മാന്യനാണ്. അപ്പോൾ നമുക്ക് ഇന്ന എന്നുള്ളത് എന്താണ്, ഹർഫാണ്. അൽ മുവഫഖ് എന്നുള്ള ഇന്നൻ്റെ എന്താണ്, ഇസ്മാണ്. അപ്പോൾ ഇന്നൻ്റെ ഇസ്മിന് എന്തായിരിക്കും, നെസ്ബാണ്. കണ്ട, അവിടെ ലാഹിറത്തായ ഫത്തഹത്ത് കൊണ്ട് ലൊമ്മ കൊടുത്ത്. കരീമൻ എന്നുള്ളത് ഇന്നൻ്റെ ഖബറാണ്. ആ ഇന്നൻ്റെ ഖബറിന് ഇറാബ് എന്താ, റഫ് ആണ്. അപ്പോൾ കരീമൻ എന്നുള്ള ലൊമ്മത്ത് കൊണ്ട് റഫ് കൊടുത്തു. അപ്പോൾ ഇന്ന എന്നുള്ളത് എന്താണ്, ഹർഫാണ്. പിന്നെ മുവഫഖ് എന്നുള്ള ഇന്നൻ്റെ ഇസ്മാണ്. കരീമൻ ഇന്നൻ്റെ ഖബറായി മാറി. ശരിക്കും അൽ മുവഫഖ് കരീമൻ എന്നാണ് മുബ്തദ ഖബർ ഉണ്ടായത്, അതിലേക്ക് ഇന്ന കടന്നു. അപ്പോൾ ഇന്നൽ മുവഫഖ് കരീമൻ എന്നായി മാറിയെന്ന്. ഇനി അലിമ അന്നൽ ജാറത്ത ഫഖീറുൻ, അലിമ അദ്ദേഹം അറിഞ്ഞു, അന്നൽ ജാറത്ത ഫഖീറുൻ തീർച്ചയായും അയൽവാസിനി ദരിദ്രയാണെന്നറിഞ്ഞു. അപ്പോൾ അന്നൽ ജാറത്ത് എന്നുള്ള അന്ന എന്നതിൻ്റെ എന്താണ്, ഇസ്മാണ് ജാറത്ത് എന്നുള്ളത്. ഫഖീർ എന്ന അന്നൻ്റെ ഖബറാണ്. അപ്പോൾ അന്നൻ്റെ ഇസ്മിന് നസ്ബും ഖബറിന് റഫും കൊടുത്തോടെ. വലാക്കിന്നാസ ഗാഫിലൂന, എങ്കിലും ജനങ്ങൾ അശ്രദ്ധരാണ്. ഇവിടെ വലാക്കിന്ന എന്നതിൻ്റെ എന്ന ഹർഫിൻ്റെ ഫായിലായിട്ട് നാസ വന്നു. ഫായിലിനപ്പോൾ എന്ത് ചെയ്തു, അവിടെ നെസ്ബ് കൊടുക്കണം.
ഗാഫിലൂൻ എന്നുള്ളത് ഖബറാണ്, ഖബറിന് റഫാണ്. അവിടെ ഗാഫിലൂന് വാവ് കൊണ്ടിട്ടാണ്, കാരണം അത് എന്താണ്, അത് ജംആണ്, ബഹുവചനമാണ്. അപ്പോൾ അവിടെ അങ്ങനെ വ്യത്യാസമുണ്ട്. ഇനി 4 കാന്നൽ ജീറാന നായിമൂന, അയൽവാസികൾ ഉറങ്ങുന്നവരെ പോലെയുണ്ട്. അപ്പോൾ കാന്ന എന്ന ഹർഫിൻ്റെ ഇസ്മാണ് ജീറാൻ എന്നുള്ളത്. അപ്പോൾ ജീറാന എന്നുള്ളത് എന്ത് ചെയ്തു, അവിടെ നെസ്ബാണ്. നെസ്ബ് അങ്ങനെ ജീറാന എന്നല്ല പറഞ്ഞത് എന്നാ. അപ്പോൾ അവിടെ എന്താ നെസ്ബ് കൊടുത്തത്, എന്തുകൊണ്ട്, ഫതഹത്ത് കൊണ്ട്. നായിമൂന എന്നുള്ളത് ഉറങ്ങുന്നവരാണ്, അത് ഖബറാണ്. അവിടെ ഖബർ ഇവിടെ ജമ്മായിട്ട് വന്നപ്പോൾ എന്താണ്, ജമ്മാകുമ്പോൾ വാവ് കൊണ്ടാണ്. ഇനി 5 ഫലൈത്തൽ അഗ്നിയാവ് മുത്തനബ്ബിഹൂൻ, അഗ്നിയ മുത്തനബ്ബിഹൂൻ, ധനികന്മാർ ഉണരുന്നവരായേക്കാം ആയിരുന്നെങ്കിൽ. ഫലൈത്ത അങ്ങനെ, അപ്പോൾ ഫലൈത്ത ലൈത്തൻ്റെ ഇസ്മാണ് അഗ്നിയ. അപ്പോൾ അവിടെ നസ്ബ്. മുത്തനബ്ബിഹൂൻ എന്നുള്ളത് ഖബർ, അവിടെ റഫാണ്. ഈ പറഞ്ഞതൊക്കെ ഗാഫിലൂനും നായിമൂനും മുത്തനബ്ബിഹൂനൊക്കെ എന്താ ജമ്മാണ് കേട്ടോ, അപ്പോൾ വാവ് കൊണ്ടാണ്. ഇനി 6 ഫല അല്ലൽ ഫുഖറാ മസ്റൂറൂൻ, ദരിദ്രന്മാർ സന്തോഷിക്കുന്നവരായേക്കാം. അപ്പോൾ അവിടെ ഫല അല്ലയുടെ ഇസ്മ് ഫുഖറ എന്നുള്ളതായിട്ട് വന്നു, അവിടെ നെസ്ബ് കൊടുത്തു. മസ്റൂർ എന്നുള്ളത് അവിടെ റഫിൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ ഇവിടെ ഇത് മനസ്സിലാക്കി വെക്കുക, ഈ ആറ് അർഫുകൾ അതിൻ്റെ ഇസ്മിനും അതിൻ്റെ ഖബറിന്, ഇസ്മിന് നസ്ബും ഖബറും റഫും ചെയ്യുന്ന ആമിലാണ് ഇന്ന അന്ന ലൈത്ത ലാക്കിന ലാ അല്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ കാന ആണെങ്കിലോ ഇസ്മിന് റഫും ഖബറും നെസ്ബ ചെയ്യുക. അപ്പോൾ മൂന്നും തുടർച്ച കണ്ട, മുബ്തദ ഖബർ, കാന അഖ്വാത്ത്, ഇന്ന അഖ്വാത്ത്, അത് മൂന്നും ഏകദേശം ഒന്ന് മനസ്സിലായ മറ്റത് പെട്ടെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത പാഠം അൽ ലാസിമുൽ മുതഅദ്ദി, ലാസിമു മുതഅദ്ദിയെ പറ്റി പറയാം. ലാസിം എന്ന് വെച്ചാൽ എന്താ, മുതഅദ്ദി എന്ന് വെച്ചാൽ എന്താ, അൽ ഫീലു, ഫീലാകുന്നത് ഇമ്മാ ലാസിമൻ, ഒന്നുമില്ല ലാസിമാണ് മുതഅദ്ദിൻ അല്ലെങ്കിൽ മുതഅദ്ദിയാണ്. അപ്പോൾ ഇവിടുന്ന് എന്താ ലാസിം എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ, മഫൂലേക്ക് വിട്ടെടുക്കാത്ത ഫീൽ. മുതഅദ്ദി എന്ന് വെച്ചാൽ മഫൂല് വേണ്ടി വരും. അപ്പം ലാസിം, അപ്പം ലാസിമിൻ്റെ ഉദാഹരണം മിസ്ലു ബാത്ത വ മാത്ത, ബാത്ത രാത്രി താമസിച്ചു, മാത്ത മരിച്ചു. അവിടെ എന്തിനെ ആരെ എന്ന് ചോദ്യം വരില്ല, അപ്പോൾ അതിനാണ് ലാസിം എന്ന് പറയാം. വൽ മുതഅദ്ദി മിസ്ലു ലറബ അടിച്ചു പോലെ, വ ഖതല കൊന്നു. അപ്പോൾ അടിച്ചു എന്ന് വെച്ചാൽ ആരെ അടിച്ചു എന്ന് ചോദിക്കുക. അപ്പോൾ അവിടെ എന്താ ഫായിൽ മാത്രം മതി, അപ്പോൾ മഫൂലേക്ക് വിട്ടെടുക്കണ ഫീലാണ്, അതാണ് മുതഅദ്ദി. ലറബ അടിച്ചു, ആരെ അടിച്ചു എന്നൊക്കെ ചോദ്യം വരും. ഇപ്പോൾ ഖതല കൊന്നു, ആരെ കൊന്നു എന്ന് ചോദ്യം വരും. അപ്പോൾ അതാണ് മഫൂലേക്ക് വിട്ടെടുക്കുന്ന ഫീലിന് മുതഅദ്ദി എന്നും, മഫൂല് വേണ്ട ഫായിൽ മാത്രം മതി. ഇപ്പോൾ രോഗിയായി, രാപ്പാർത്തു, മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആ ഫീലുകളൊക്കെ എന്തായിരിക്കും, ലാസിമായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കാം. അലാംസ ഉദാഹരണം ലാസിം ഏതൊക്കെ, ദഹബാൻഹു ബർസുഹു, അവൻ്റെ കാഴ്ച പോയി, ഇൻകാത്തത്ത് ബിൽ ഹിബാലു, ജീവിതമാർഗ്ഗങ്ങളിൽ അവനെ തൊട്ട് മുറിഞ്ഞു, മരില ത്വാലിബു, വിദ്യാർത്ഥി രോഗിയായി. ഇവിടെയൊക്കെ എന്താ, ഈ ദഹബ ഇൻകത്ത മരില എന്നുള്ളതൊക്കെ ലാസിമായ ഫീലാണ്, അതായത് മഫൂലേക്ക് വിട്ടെടുക്കണില്ല. ഇനി അടുത്തത് മുതഅദ്ദി ഒക്കെ, ബാസല്ലാഹു ഇലൈഹി മലക്ക, അള്ളാഹ് അവരിലേക്ക് മലക്കിനെ അയച്ചു. കണ്ട, അള്ളാഹ് അയച്ചു അവരിലേക്ക്, എന്തിനാന്ന് ചോദ്യം പറഞ്ഞിട്ടുണ്ട്, മലക്കിനെ അയച്ചു. ബാസ എന്നുള്ള മുതഅദ്ദിയാണ്. അത്തൽ മലക്കു അബ്രസ, മലക്ക് ചെന്നു, അൽ അബ്രസ് വെള്ളപ്പാണ്ടുകാരൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ മലക്ക് ചെന്നു, എവിടെ ചെന്നു ചോദ്യം വരും. അപ്പോൾ അത്ത എന്നുള്ളത് മുതഅദ്ദിയാണ്. ഷഫല്ലാഹു മറലഹു, അള്ളാഹ് ശിഫയാക്കി, അവൻ്റെ രോഗത്തെ മാറ്റി. അപ്പോൾ ഷഫ എന്നുള്ളത് എന്താണ്, മുതഅദ്ദിയായ ഫീലാണ്. അള്ളാഹു എന്നുള്ള അതിൻ്റെ ഫായിലാണ്, മറലഹു എന്നുള്ള മഫൂലാണ്. അപ്പോൾ മഫൂലിലേക്ക് വിട്ടണം. മഫൂലിന് ഇറാബ് നെസ്ബാണ്, ഫായിലിന് ഇറാബ് റഫാന്നൊക്കെ ഒന്ന് പഠിച്ചു, ഒന്നാമത്തെ പാഠം തന്നെ പഠിച്ചില്ലേ. ഫായിലിന് ഇറാബ് റഫ്, മഫൂലിന് ഇറാബ് നെസ്ബാണ്. അപ്പോൾ ഷഫ ഫീല്, അള്ളാഹു മഫൂല്, അള്ളാഹു ഫായിലിന് ഇറാബ് റഫ്, അള്ളാഹുത്തെ ലൊമ്മത്ത് കൊണ്ട്. മറലഹു എന്നുള്ളത് ഖബർ, എന്താണ്, മഫൂലാണ് മറല. അപ്പം മറല എന്നുള്ളത് മഫൂലിന് ഇറാബ് നെസ്ബാണ്. അപ്പോൾ അതും മനസ്സിലായി. ഇപ്പോൾ ലാസിമും മുതഅദ്ദിയും മനസ്സിലായി കേട്ടോ. മുബ്തദ പഠിച്ചു, കാന അഖ്വാത്ത് പഠിച്ചു, ഇന്ന അഖ്വാത്ത് പഠിച്ചു, പിന്നെ ലാസിം മുതഅദ്ദി. ഇനി അടുത്തത് അൽ മസ്തറു, മസ്തറിനെ പറ്റി പറയണം. മസ്തർ എന്ന് വെച്ചാൽ അൽ ഇസ്മു ഇമാ മുസ്തഖൻ ഔ ജാമിദൻ, ഇസ്മു ഒന്നുകിൽ ജാമിദാണെങ്കിൽ മുസ്തഖായിരിക്കും. വൽ മുസ്തഖ്, എന്താ മുസ്തഖ് എന്താന്ന് പറയേണ്ടത് മനസ്സിലാകും, ജാമിദ്. വൽ മുസ്തഖ് എന്നാൽ മാ ഉഖ്ദ മിൻ ഗൈരിഹി, മറ്റൊന്നിൽ നിന്ന് പിടിച്ചതാണ്. ആലിമിൻ, ആലിം പണ്ഡിതൻ എന്ന് പറയും. വ മുക്മലിൻ, പരിപൂർണൻ. വ മാസൂറത്തിൻ എന്നപോലെ. അപ്പോൾ ആലിം എന്നത് ഇൽമിൽ നിന്ന് പിടിച്ചതാണ്. ഇക്മാലിൽ നിന്ന് പിടിച്ച മുക്മൽ, അസറിൽ നിന്ന് പിടിച്ചതാണ് മാസൂറത്ത്, ഉദ്ധരിക്കപ്പെട്ടത് അല്ലേ, മാസൂറത്തിന് ഉദ്ധരിക്കപ്പെട്ടത്. അപ്പോൾ ഇസ്മ ഒന്നുകിൽ മുസ്തഖാണെങ്കിൽ ജാമിദായിരിക്കും. മുസ്തഖ് എന്ന് വെച്ചാൽ എന്താണ്, മറ്റൊന്നിൽ പിടിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയ. മുസ്തഖ് എന്ന ചോദ്യം വരെയാണ് മാ ഉഖദ മിൻ ഗൈരിഹിന, മറ്റൊന്നിൽ നിന്ന് പിടിക്കപ്പെട്ടത്, അതായത് മസ്തറുകളിൽ നിന്ന് പിടിക്കപ്പെട്ടത്. ഇനി ഒന്നുകൂടി, വൽ ജാമിദു എന്ന് പറഞ്ഞാൽ ഇമ്മാ ഇസ്മു ദാത്തിൻ, ജാമിദ് തന്നെ വീണ്ടും വേർതിരിയാൻ.
നമ്മൾ പറഞ്ഞ ഒന്നുകിൽ ഇസ്മു മുസ്തഖാണ് അല്ലെങ്കിൽ ജാമിദാണ്. ഈ ജാമിദ് തന്നെ രണ്ടായി. ഇമ്മ ഇസ്മു ദാത്തിൻ, ഒന്നുകിൽ ഒരു വസ്തുവിൻ്റെ പേരായിരിക്കും. കൗമിൻ ജനത, ത്വരീക്കും വഴി, ഒരു വസ്തുവിൻ്റെ പേരായിട്ട് ജാമിദ് വരാം. ഇലാഹിൻ ആരാധ്യൻ, അല്ലെങ്കിൽ ഇസ്മു മാന അർത്ഥത്തിൻ്റെ എന്തായിരിക്കും നാമമായിരിക്കും, അർത്ഥനാമമായിട്ട് വരാം. ആശയത്തിൻ്റെ നാമമായിട്ടും വരാം, വസ്തുവിൻ്റെ നാമമായിട്ടും ജാമിദ് വരാം. ഏതുപോലെ കാദബിൻ മര്യാദ, ജഹലിൻ വിഡിത്തം, മനിൻ തടസ്സം, വിലങ്ങൽ എന്നൊക്കെ പറയും. വമിന സാനിയൽ മസ്തറു, അപ്പോൾ രണ്ടിൽപ്പെട്ടതാണ് മസ്തർ. അതായത് ജാമിദ് തന്നെ രണ്ട് വിധമുണ്ട്, വസ്തുവിൻ്റെ നാമമുണ്ട്, ആശയനാമമുണ്ട്. അപ്പോൾ ഈ ആശയനാമമാണ് മസ്തർ. ജാമിദിൽപ്പെട്ട രണ്ടാമത്തേതാണ് ആശയനാമം, അത് മസ്തറാണ്. വൽ മസ്തറു, അപ്പോൾ നമ്മൾ ആദ്യത്തിലേക്ക് പോകേണ്ട, മുസ്തഖീട്ട് തന്നെ പോവുകയാണത്. വൽ മസ്തറു, മസ്തറാണ് അസ്ലു ജമീൽ മുസ്തഖാത്തി, എല്ലാ മുസ്തഖുകളുടെയും അടിസ്ഥാനം. മസ്തറാണ് എല്ലാ മുസ്തഖുകളുടെയും അടിസ്ഥാനം. അപ്പോൾ മറ്റൊന്നിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് മുസ്തഖ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ മറ്റൊന്ന് വെച്ചെന്താ, അതായത് മുസ്തഖുകളെല്ലാം പിടിക്കപ്പെടുന്നത് മസ്തറിൽ നിന്നായിരിക്കും. ഉദാഹരണത്തിന് ആലിം അറിവുള്ളവൻ എന്നതിനെ പിടിച്ചതായിരുന്നു, ഇൽമ് അറിവ് എന്നതിൽ നിന്ന് പിടിച്ചതാണ്. ഇക്മാല് പരിപൂർണൻ എന്നതിന് എന്താണ്, മുക്മൽ എന്നുള്ള പരിപൂർണൻ എന്നതിനെ പിടിച്ചത് ഇക്മാലിൽ നിന്നാണ്, മസ്തറിൽ നിന്നാണ്. അതുപോലെ തന്നെ മഅസൂറത്ത്, മഅസൂറത്ത് എന്ന് വെച്ചാൽ ഉദ്ധരിക്കപ്പെട്ടത്. അപ്പോൾ അത് എവിടെ നിന്ന് പിടിക്കപ്പെട്ടത്, അസറിൽ നിന്നാണ് പിടിക്കപ്പെട്ടത്. അപ്പോൾ അത് മനസ്സിലായി. അപ്പോൾ മൊത്തം നല്ലോണം ഒന്ന് മനസ്സിലാക്കിയത് ശരിയായിക്കോളും. ഇനി മസ്തറിന് നോക്കാം. മസ്തർ ബാദലാണ്, മസ്തർ ഇയാസൻ, ഇയാസ്, മുത്താബഅത്തുൻ, തിലാവത്ത് ഒക്കെ മസ്തറാണ്. നമുക്ക് മുസ്തഖ് നോക്കാം. അപ്പോൾ ബാദല, ഈ ബാദിലിൽ നിന്ന് പിടിച്ചപ്പെട്ടതാണ് ബാദല എബുദുൽ ബാദിൽ. അതുപോലെ തന്നെ ഇയാസിന് പിടിക്കപ്പെട്ടതാണ് ഐസ അസു ആയിസ്. മുത്താബത്തിന് പിടിച്ചതാണ് താബ യുത്താബി ഉ മുത്താബിയോൻ. ഇനി തിലാവത്തിന് പിടിക്കപ്പെട്ടതാണ് തല യത്തുലു താലിൻ. അപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, ഫീലുകളില്ലേ, ഭൂതകാലം ഭാവി കാലം എന്നൊക്കെ പറയും. ആ ഫീലൊക്കെ ഏതിന്ന മസ്തറിൽ നിന്നാണ്, ക്രിയാധാതുവിൽ നിന്നാണ് പിടിക്കപ്പെടുക. ഈ ക്രിയാധാതുവാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ മുസ്തഖായ ഇസ്മുകൾ, ഫീലുകൾ, ഇസ്മുകളൊക്കെ അതൊക്കെ പിടിക്കുന്ന ഏതിൽ നിന്നായിരിക്കും, മസ്തറുകളിൽ നിന്നായിരിക്കും. മസ്തർ എന്ന് വെച്ചാൽ അവലംബം എന്നാണ് ശരിക്കും അർത്ഥം, നമുക്ക് ക്രിയാധാതു എന്ന് പറയാറ്. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി അവസാനം അൽ ഹുറൂഫുൽ ജർരി, അവസാനത്തെ പാഠത്തിലെ തദ്രീബാത്താണ് ജറിൻ്റെ അക്ഷരങ്ങൾ. ജറിൻ്റെ അക്ഷരങ്ങളെ പറ്റിയാണ് പറയുന്നത്. നോക്കാം. യുജറുൽ ഇസ്മു, ഇസ്മിന് ജറ് ചെയ്യപ്പെടും. ഇദാ സബഖഹു അർഫ മിൻ ഹുറൂഫിൽ ജർരി, ജറിൻ്റെ അക്ഷരങ്ങളിൽ ഒന്ന് അതിന് മുൻകടന്നാൽ. മിൻഹൽ ബാ ഉ, അതിൽപ്പെട്ടതാണ് ജറിൻ്റെ അക്ഷരങ്ങളാണ് ബാ, ഫി, അന്ന്, മിന്ന്, അല, ലാം. ഇവിടെ എത്ര എണ്ണി നമ്മൾ, ബാ എണ്ണി, ഫി എണ്ണി, അന്ന് എണ്ണി, മിന്ന് എണ്ണി, അല എണ്ണി, ലാം എണ്ണി, 6 അല്ലേ. ബാ, ഫി, അൻ, മിൻ, അല, ലാം, 6. അതൊക്കെ ഒരുപാടുണ്ട്, നമ്മളിപ്പോൾ ഇവിടെ 6 പറഞ്ഞോളൂ. അൽ അംസലത്ത് ഉദാഹരണം നോക്കാട്ടോ. ബി ദിക്രി, ദിക്ർ കൊണ്ട്. അപ്പോൾ അൽ ബാവ് എന്നുള്ളത് ജറിൻ്റെ അക്ഷരമാണ്. അത് ദിക്ർ എന്നുള്ളത് എന്താണ്, ജറ് ചെയ്യപ്പെട്ട ഇസ്മാണ്. ദിക്റൻ എന്നാണ് ശരിക്കും ഉള്ളത്. ദിക്റൻ വെച്ചാൽ ദിക്ർ അല്ല, അല്ലെങ്കിൽ ഓർക്കുക. അതിലേക്ക് ബി കടന്ന് ജറിൻ്റെ അക്ഷരമായ ബാഗ് കടന്നപ്പോൾ ബി ദിക്രി എന്ന് പറഞ്ഞു. അപ്പോൾ ജറിൻ്റെ അക്ഷരം കടന്നാൽ അതിനെന്ത് ചെയ്യണം, ജറ് ചെയ്യണം. അപ്പോൾ ബി ദിക്രി എന്നാ, ദിക്റു എന്ന് പറയൂല. ഫിദ്ദീനി, അദ്ദീനി എന്നതിലേക്ക് എന്ത് ഫി കടന്നപ്പോൾ എന്താ വായിക്കുക, ഫിദ്ദീനി എന്ന് വായിക്കുക. അപ്പോൾ ഫി ജറിൻ്റെ അർഫാണ്, അദ്ദീനി എന്നുള്ളത് മജ്റൂറായ ഇസ്മാണ്. ഫിദ്ദീനി എന്ന് പറയാം, ഫിദ്ദീനു എന്നൊന്നും പറയൂല. ഇനി അൻ ഫത്തഹിൻ, ഫത്തഹ് വിജയത്തെ തൊട്ട്. അപ്പോൾ അൻ ഫത്തീൻ എന്നുള്ളത് അൻ എന്ന ജറിൻ്റെ അക്ഷരമാണ്, ഫത്തീൻ എന്നുള്ളത് ജറിൻ്റെ ജറ് ചെയ്യപ്പെട്ട ഇസ്മാണ്. മിൻ ആലാമിൻ, അടയാളങ്ങളിൽപ്പെട്ടത്. അപ്പോൾ ആലാമിൻ മിൻ നിന്ന്, പെട്ടത് നിന്ന് കാത്തുകൊണ്ട്. മിൻ ജറിൻ്റെ അക്ഷരമാണ്, ആലാമിൻ എന്നുള്ളത് ജറ് ചെയ്യപ്പെട്ട ഇസ്മാണ്. അല ഖുറൈശ്, ഖുറൈശികളുടെ മേൽ. അപ്പോൾ അല എന്നുള്ളത് എന്താണ്, ജറിൻ്റെ അക്ഷരമാണ്. ഖുറൈശിൻ എന്നുള്ളത് ജറ് ചെയ്യപ്പെട്ട ഇസ്മാണ്. ലില്ലാഹി, ഇവിടെ ലില്ലാഹി അള്ളാഹുവിനുണ്ട് അല്ലെ, അള്ളാഹുവിനുണ്ടെന്ന് പറയുമ്പോൾ അല്ലാമു എന്നുള്ള ലാമാണ്, പിന്നെ അള്ളാഹി എന്നുള്ള മജ്റൂർ. ലാമ് അവിടെ എന്താണ്, ജറിൻ്റെ അക്ഷരം. അള്ളാഹി എന്നുള്ളത് മജ്റൂറായ ഇസ്മാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് 8ാം ക്ലാസ്സിലെ നെഹ് ഗ്രാമർ മനസ്സിലായി. നല്ലപോലെ പഠിച്ച് 3-5 പ്രാവശ്യം കേട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നാളത്തെ പരീക്ഷയ്ക്ക് ഉഷാറായിട്ട് ഉത്തരം എഴുതാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.